എല്ലാവർക്കും നമസ്കാരം. ലൂസൻ PSCയുടെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ചാണ്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഭരണഘടന എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ട് പറയാം, ഒരു രാജ്യത്തിന്റെ പരമവും അടിസ്ഥാനപരവുമായ നിയമസംഹിതയാണ് ഭരണഘടന. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാനവും പരമവുമായ നിയമസംഹിതയാണ് ഭരണഘടന. അപ്പോൾ അടുത്ത അവിടെയുള്ള ഒരു ചോദ്യം എന്ന് വിചാരിച്ചാൽ ഭരണഘടനയുടെ ധർമ്മം എന്താണ്? എന്താണ് ഭരണഘടനയുടെ ധർമ്മം അല്ലെങ്കിൽ കർത്തവ്യം അല്ലെങ്കിൽ ഡ്യൂട്ടി? ഭരണഘടനയുടെ ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ രാജ്യത്തിലെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുക. രാജ്യത്തിലെ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭരണഘടനയുടെ ദൗത്യം. ഇനി ഭരണഘടന, ഇന്ത്യയുടെ ഭരണഘടന വ്യാഖ്യാനിക്കാൻ അധികാരം ആർക്കാണെന്ന് ചോദിച്ചാൽ അത് സുപ്രീം കോടതിക്കാണ്. ഇന്ത്യയുടെ ഭരണഘടന വ്യാഖ്യാനിക്കാൻ അധികാരം സുപ്രീം കോടതിക്കാണ്. അപ്പോൾ നമ്മുടെ ഭരണഘടന ലോകത്തിൽ എഴുതപ്പെട്ട ഭരണഘടനയിൽ ഏറ്റവും വലുതാണ്. അപ്പൊ ഏറ്റവും വലുതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഭരണഘടനയുടെ പ്രത്യേകതകളും ഭരണഘടനയിൽ പഠിക്കാനുള്ള കാര്യങ്ങളും ഒരുപാട് തന്നെ ഉണ്ടാവും. അപ്പൊ നമുക്കത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ടേക്ക് പോകാം. കാരണം PSC സ്ഥിരമായിട്ട് ഭരണഘടനയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ നമ്മൾ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആദ്യം തന്നെ അതിന്റെ ചരിത്രം മനസ്സിലാക്കണം. അപ്പോൾ ചരിത്ര ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും, നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് 1773. ഈ ആക്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള 4 പോയിന്റ് മാത്രമേ പഠിക്കാനുള്ളൂ. ഈ ആക്ടിന്റെ 4 പ്രത്യേകതകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ പ്രത്യേകത നോക്കിയാലോ, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ആക്ട് എന്ന്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയുടെ ഭരണ നിയന്ത്രണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലൂടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലൂടെ ഇന്ത്യയുടെ ഭരണം കൈക്കലാക്കാൻ വേണ്ടിയിട്ട് പാസാക്കിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇനി മറ്റൊരു പോയിന്റ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം കേന്ദ്രീകൃത ഭരണം. കേന്ദ്രീകൃത ഭരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമാണ്, ഈ പോയിന്റ് സൂക്ഷിക്കണം, അടിത്തറയിട്ട നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. ഓർമ്മിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട ഭരണമാണ് റെഗുലേറ്റിംഗ് ആക്ട്. പിന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പദവി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നാക്കി മാറ്റിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട്. അതായത് ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പദവി മാറ്റിയിട്ട് അതിനു പകരം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പദവി കൊണ്ടുവന്ന നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. എളുപ്പല്ലേ? ഇനി അവിടെയുള്ള പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യമാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാന്ന് ചോദിച്ചാൽ വാരൻ ഹാസ്റ്റിംഗ് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ഓക്കെ, ഇനി ഇവിടെ തന്നെ അതിന്റെ കൂടെ തന്നെ പഠിക്കേണ്ട ഒരു ചെറിയൊരു പോയിന്റ് ആണ്, ഈ ഗവർണർ ജനറലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിലും കൂടി രൂപീകരിക്കുന്നുണ്ട്. 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടി ഇവിടെ രൂപീകരിക്കുന്നുണ്ട്. ഗവർണർ ജനറലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച കൗൺസിലാണ് 4 അംഗ എക്സിക്യൂട്ടീവ് കൗൺസിൽ. ഓക്കെ, അതുകൂടി ഒന്ന് ഓർത്തു വെക്കാം. പിന്നെ നമുക്കറിയാം ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി വരുന്നത് കൽക്കട്ടയിലാണ്. കൽക്കട്ടയിൽ സുപ്രീം കോടതി വരാൻ ഇടയാക്കിയ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. അതായത് ഇങ്ങനെ പഠിക്കാം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി വരുന്നത് 1774 കൊൽക്കത്തയിലാണ്. 1774 കൊൽക്കത്തയിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി സുപ്രീം കോടതി വരുന്നത്. ആ സുപ്രീം കോടതി വരാൻ ഇടയാക്കിയ നിയമം, കാരണമായ നിയമം ചോദിച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് 1773. ഓക്കെ, സുപ്രീം കോടതിയാവുന്ന സമയത്ത് അവിടെ ഒരു ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസും ഒക്കെ ഉണ്ടാവുമല്ലോ. അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ചോദ്യമാണ്, സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ സർ എലീജ ഇംബെ. 3 വേറെ ജഡ്ജിമാരും ഉണ്ടായിരുന്നു. അതായത്
ഈ പോയിന്റ് ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചാൽ എങ്ങനെ പറയാം? 1773 പാസ്സാക്കപ്പെട്ട റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1774 കൊൽക്കത്തയിൽ സുപ്രീം കോടതി നിലവിൽ വരുന്നത്. സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സർ എലീജ ഇംബെ. കൂടെ 3 ജഡ്ജിമാരും ഉണ്ടായിരുന്നു. ഓർത്തിരിക്കാൻ എളുപ്പല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് കഴിയും. പിന്നെ അടുത്തൊരു പോയിന്റിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്നറിയപ്പെടുന്നത് അമെൻഡിങ് ആക്ട് ഓഫ് 1781 അമെൻഡിങ് ആക്ട് ആണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന് പറഞ്ഞാൽ 1781 അമെൻഡിങ് ആക്ട് ആണ് ആക്ട് ഓഫ് സെറ്റിൽമെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പോയിന്റ് മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ. പിന്നെ മുന്നോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. പിറ്റ്സ് ഇന്ത്യ ആക്ട് എപ്പോ പാസ്സാക്കിയെന്ന് ചോദിച്ചാൽ 1784. ഇനി അവിടെയുള്ളൊരു വേറൊരു ചോദ്യമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ മറ്റൊരു പേരെന്താന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം എന്നറിയപ്പെടുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ പിറ്റ്സ് ഇന്ത്യ ആക്ട്. ഈ നിയമപ്രകാരമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണമായ നിയന്ത്രണവും ഇന്ത്യയുടെ ഭരണവും ബ്രിട്ടീഷ് ഗവൺമെന്റിന് കിട്ടുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇന്ത്യയുടെ ഭരണവും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പൂർണ്ണ നിയന്ത്രണവും ലഭിക്കാൻ കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചാൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. അതുപോലെ അവിടെ ഉള്ള മറ്റൊരു ചോദ്യമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്ത് ഉള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുമ്പോൾ വില്യം പിറ്റ്സ്. ഈ രണ്ടിലും പിറ്റ്സ് ഉണ്ടെന്ന് ഓർമ്മിച്ചാൽ മതി. വില്യം പിറ്റ്സ്. പിറ്റ്സ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്ന സമയത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആരാന്ന് ചോദിച്ചാൽ അത് വാരൻ ഹാസ്റ്റിങ്സ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ക്യാപിറ്റൽ തലസ്ഥാനം കൊൽക്കത്തയിൽ ഏകീകരിക്കാൻ കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചാൽ അതും പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ ഏകീകരിക്കാൻ കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചാൽ പിറ്റ്സ് ഇന്ത്യ ആക്ട്. പിന്നെ ഈ നിയമവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഒറ്റൊരു കാര്യം അവസാനത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ച നിയമം ഏതാന്ന് ചോദിച്ചാൽ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ച നിയമം ഏതാന്ന് ചോദിച്ചാൽ 1784 പാസ്സാക്കിയ പിറ്റ്സ് ഇന്ത്യ ആക്ട്. എളുപ്പല്ലേ? പിറ്റ്സ് ഇന്ത്യ ആക്ടിന്റെ മറ്റൊരു പേരാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നിയമം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി മുന്നോട്ട് വരുന്ന സമയത്ത് നമുക്ക് അടുത്തതായി പഠിക്കാനുള്ള ഒരു നിയമമാണ് ചാർട്ടർ ആക്ട്. 1813. ഇന്ത്യയിൽ ആകെ 3 ചാർട്ടർ ആക്ട് ആണ് പാസ്സാക്കുന്നത്. ആദ്യം 1813, പിന്നെ 20 വർഷത്തിന് ശേഷം 1833, പിന്നെ പാസ്സാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് 1853, പിന്നെ ഒരു 20 വർഷത്തിന് ശേഷം പാസ്സാക്കിയ നിയമം. അതായത് ആദ്യത്തെ നിയമം 1813 പാസ്സാക്കുന്നു, പിന്നെ 20 വർഷം കഴിഞ്ഞ ശേഷം 1833 പാസ്സാക്കുന്നു, അതിനുശേഷം വീണ്ടും 20 വർഷത്തിന് ശേഷം 1853 പാസ്സാക്കുന്നു. 3 ചാർട്ടർ നിയമങ്ങളാണ് ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോ അതൊന്ന് പഠിച്ചു വെക്കണം. ആദ്യത്തെ നിയമമാണ് ചാർട്ടർ ആക്ട് 1813. അപ്പോ ഈ ചാർട്ടർ ആക്ടിന്റെ എത്ര പോയിന്റ് പഠിക്കാനുണ്ടെന്ന് ചോദിച്ചാൽ 3 പോയിന്റ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആ പോയിന്റുകൾ ഏതെല്ലാം നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി കൊടുത്തു. നൽകിയ നിയമം ഏതാന്ന് ചോദിച്ചാൽ ഏതാ? ചാർട്ടർ ആക്ട് 1813. വർഷം ഓർമ്മിക്കണം, 1813. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് അവരുടെ പ്രവർത്തനം എന്ന് ചോദിച്ചാൽ മതപ്രചാരണവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പ്രചരണവുമായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ. ക്രൈസ്തവ മതപ്രചരണവും അവരുടെ മതമായ ക്രൈസ്തവ മതപ്രചരണവും ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പ്രചരണത്തിനും അനുമതി ലഭിച്ചത് ചാർട്ടർ ആക്ടിലെ 1813 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. പിന്നീട് ചാർട്ടർ ആക്ടിന്റെ
ഒരു പോയിന്റ് കൂടി പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചാൽ വ്യക്തികളുടെ മുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അനുമതി നൽകിയ നിയമം. വ്യക്തികളുടെ മുകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നികുതി ചുമത്താനുള്ള അനുമതി നൽകിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813. ഏറ്റവും അവസാനത്തെ പോയിന്റ് ചാർട്ടർ ആക്ട് 1813 അവസാനത്തെ പോയിന്റ് ആണ് ഇത്. കമ്പനിയുടെ വാണിജ്യ കുത്തകാവകാശം അവസാനിപ്പിച്ചു, ഔദ്യോഗികമായി അവസാനിപ്പിച്ചു. അവിടെയുള്ള ഒരു ചോദ്യം ഇതാണ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വാണിജ്യ കുത്തകാവകാശം ഔദ്യോഗികമായി അവസാനിപ്പിച്ച നിയമം ഏതെന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട്. ചാർട്ടർ ആക്ട് 1813. ചാർട്ടർ ആക്ട് 1813. ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ചാർട്ടർ ആക്ട് 1813 കേസിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ചാർട്ടർ ആക്ട് 1833. ചാർട്ടർ ആക്ട് 1833. ഈ ചാർട്ടർ ആക്ടിന്റെ മറ്റൊരു പേരാണ് സെന്റ് ഹെലേന ആക്ട്. സെന്റ് ഹെലേന ആക്ട് എന്നറിയപ്പെടുന്നത് ചാർട്ടർ ആക്ട് 1833 ആണ്. പിന്നെ ഇവിടെ പഠിക്കാനുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ കേന്ദ്രീകൃത ഭരണത്തിന്, ഇന്ത്യയിലെ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അവസാന പടിയായി പാസ്സാക്കപ്പെട്ട നിയമം. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അവസാന പടിയായിട്ട് പാസ്സാക്കപ്പെട്ട നിയമമാണ് ചാർട്ടർ ആക്ട് 1833. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം ഏതാണെന്ന് ചോദിച്ചാൽ റെഗുലേറ്റിംഗ് ആക്ട് ആണ് നമ്മൾ നേരത്തെ പഠിച്ചത്. റെഗുലേറ്റിംഗ് ആക്ട് 1773 ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അടിത്തറയിട്ട നിയമം. ഇവിടെയോ ചാർട്ടർ ആക്ട് 1833 ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണത്തിന് അവസാന പടിയായി പാസ്സാക്കപ്പെട്ട നിയമമാണ് ചാർട്ടർ ആക്ട് 1833. അപ്പുറം ഇപ്പുറം മാറിപ്പോകാൻ പാടില്ല. ഇനി അടുത്ത ഇവിടെ ഒരു പഠിക്കാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവി, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവി ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയത് ഈ നിയമമാണ്. 1833 പാസ്സാക്കപ്പെട്ട ചാർട്ടർ ആക്ട് പ്രകാരമാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പദവി മാറിയിട്ട് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നാക്കി മാറ്റിയത്. അവിടെയുള്ള ഒരു ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ അല്ലെങ്കിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാന്ന് ചോദിച്ചാൽ വില്യം ബെന്റിക് പ്രഭു. വില്യം ബെന്റിക് പ്രഭു ആണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ലല്ലോ. പിന്നെ അവിടെ പഠിക്കാനുള്ള ഒരു പോയിന്റ് ആണ് നിയമ കമ്മീഷൻ. ആദ്യ നിയമ കമ്മീഷൻ രൂപീകൃതമായത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ, ഏത് നിയമം കാരണമാണ് ഇന്ത്യയിൽ ആദ്യത്തെ നിയമ കമ്മീഷൻ രൂപീകൃതമായതെന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് 1833. ചാർട്ടർ ആക്ട് 1833 പ്രകാരമാണ് ഇന്ത്യയിലെ ആദ്യ നിയമ കമ്മീഷൻ രൂപീകൃതമായത്. ഇന്ത്യയിലെ ആദ്യ നിയമ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാല് മെക്കാളെ കമ്മീഷൻ. 1834 രൂപീകൃതമായ മെക്കാളെ കമ്മീഷൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ നിയമ കമ്മീഷൻ ഏതാണെന്ന് ചോദിച്ചാൽ മെക്കാളെ കമ്മീഷൻ. മെക്കാളെ കമ്മീഷൻ രൂപീകൃതമാകാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ 1833 ചാർട്ടർ ആക്ട് അല്ലെങ്കിൽ സെന്റ് ഹെലേന ആക്ട്. ക്ലിയർ ആണല്ലോ. ഇനി ഇന്ത്യയിലെ നിയമങ്ങളെ ക്രോഡീകരിച്ചത്, ഇന്ത്യയിലെ നിയമങ്ങളെ ആദ്യമായി ക്രോഡീകരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് മെക്കാളെ, ലോർഡ് മെക്കാളെ. മെക്കാളെ പ്രഭുവാണ് ഇന്ത്യയിലെ നിയമങ്ങളെ ആദ്യമായിട്ട് ക്രോഡീകരിച്ചത്. ഇനി അവസാനത്തെ ഒരു പോയിന്റ് ആണ് എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേറ്റീവ് പവർ. അതായത് കാര്യനിർവഹണ നിയമനിർമ്മാണ അധികാരങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കാര്യനിർവഹണ നിയമനിർമ്മാണ അധികാരങ്ങൾ മുഴുവൻ നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ കാര്യനിർവഹണ നിയമനിർമ്മാണ അധികാരങ്ങൾ മുഴുവൻ നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്കാണ്. ആ അധികാരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് നൽകിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ 1833 സെന്റ് ഹെലേന ആക്ട് അല്ലെങ്കിൽ ചാർട്ടർ ആക്ട്. ഇത്രയും കാര്യങ്ങളാണ് ചാർട്ടർ ആക്ട് 1833 നമുക്ക് പഠിക്കാനുള്ളത്. ഇനിയുള്ളത് അവസാനമായി പാസ്സാക്കപ്പെട്ട, ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് ചാർട്ടർ ആക്ട് 1853. ചാർട്ടർ ആക്ട് 1853 അത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ചാർട്ടർ ആക്ട് 1853 ചാർട്ടർ ആക്ട് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കപ്പെട്ട ഏറ്റവും അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് 1853 ചാർട്ടർ ആക്ട്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് 1853 ചാർട്ടർ ആക്ട്, അതായത് ലാസ്റ്റ് ചാർട്ടർ ആക്ട് 1853. ഓക്കെ, ഈ ചാർട്ടർ ആക്ട് പ്രകാരം
ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ പവർ, അതായത് നിയമനിർമ്മാണ കാര്യനിർവഹണ അധികാരങ്ങൾ ആദ്യമായിട്ട് വേർപെടുത്തിയത് ചാർട്ടർ ആക്ട് 1853 പ്രകാരമാണ്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ നിയമനിർമ്മാണ അധികാരങ്ങൾ വേർപെടുത്തിയത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ 1853 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും സിവിൽ സർവീസ് എക്സാം, അതായത് സിവിൽ സർവീസ് തസ്തികകളിലേക്ക് ആദ്യമായിട്ട് എക്സാം നടത്തിയത് ഈ ചാർട്ടർ ആക്ട് പ്രകാരമാണ്. സിവിൽ സർവീസ് തസ്തികകളിലേക്ക്, പദവികളിലേക്ക് ആദ്യമായിട്ട് ഒരു എക്സാം നടത്തിയത്, പരീക്ഷ നടത്തിയത് ചാർട്ടർ ആക്ട് 1853 പ്രകാരമാണ്. കമ്മിറ്റി ഓൺ ദി സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് മെക്കാളെ കമ്മിറ്റിയാണ്. മെക്കാളെ കമ്മിറ്റി രൂപീകൃതമാകാൻ കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് 1853. മെക്കാളെ കമ്മിറ്റി രൂപീകൃതമാകാൻ കാരണമായ നിയമം ഏതാന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് 1853. നമ്മൾ ഇവിടെ ഒരു പഠിച്ചിട്ടില്ല. ഇപ്പൊ ചാർട്ടർ ആക്ട് 1833 ഒരു കാര്യം പഠിച്ചിരുന്നു. അത് മെക്കാളെ കമ്മീഷനാണ്. മെക്കാളെ കമ്മീഷൻ 1834 രൂപീകരിച്ചു. മെക്കാളെ നമ്മൾ 1853 ചാർട്ടർ ആക്ട് പ്രകാരം രൂപീകരിക്കുന്നതാണ് മെക്കാളെ കമ്മിറ്റി. അതാണ് കമ്മിറ്റി ഓൺ ദി സിവിൽ സർവീസ് എന്നറിയപ്പെടുന്നത് മെക്കാളെ കമ്മിറ്റിയാണ്. നിയമ കമ്മീഷൻ എന്ന് പറയുന്നത് മെക്കാളെ കമ്മീഷനാണ്. കമ്മീഷനും കമ്മിറ്റിയും മാറിപ്പോവാൻ പാടില്ല. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമാകാൻ കാരണമായ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ അതും ചാർട്ടർ ആക്ട് 1853. ഏത് നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഒരു ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായത് അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകൃതമായത് എന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് 1853. ഈ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അല്ലെ ഗവർണർ ജനറലിന്റെ കൗൺസിലില് പ്രാദേശിക പ്രാതിനിധ്യം നടപ്പിലാക്കിയതും ചാർട്ടർ ആക്ട് 1853. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലില് പ്രാദേശിക പ്രാതിനിധ്യം നടപ്പിലാക്കിയത് ഏത് നിയമപ്രകാരമാണെന്ന് ചോദിച്ചാൽ ചാർട്ടർ ആക്ട് 1853. ഇനി പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്ക് നിയമിതരായ 6 പേരാണ് ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്ക് നിയമിതരായത്. 6 പേര്. എത്ര പേരെന്ന് ചോദിച്ചാൽ 6 പേരാണ് ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്ക് നിയമിതനായത്. ആ 6 പേരിൽ 4 പേര് നിയമിതരായത് ബോംബെ, മദ്രാസ്, ആഗ്ര, ബംഗാൾ തുടങ്ങിയ പ്രാദേശിക ഗവൺമെന്റുകളിൽ നിന്നാണ്. ബോംബെ, മദ്രാസ്, ആഗ്ര, ബംഗാൾ തുടങ്ങിയ പ്രാദേശിക ഗവൺമെന്റുകളിൽ നിന്നുള്ള ആൾക്കാരാണ് ഗവർണർ ജനറലിന്റെ കൗൺസിലിലേക്ക് നിയമിതരായത്. 6 പേരിൽ 4 പേര് ബോംബെ, മദ്രാസ്, ആഗ്ര, ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഭരണഘടനയുടെ ആദ്യത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തെല്ലാം? ആദ്യം പറഞ്ഞത് റെഗുലേറ്റിംഗ് ആക്ട് എന്താണെന്ന് പറഞ്ഞു. വർഷം 1773 റെഗുലേറ്റിംഗ് ആക്ട് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞത് നമ്മൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784 പിറ്റ്സ് ഇന്ത്യ ആക്ട് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞത് ചാർട്ടർ ആക്ട് പറഞ്ഞു. 1813 ചാർട്ടർ ആക്ട് പറഞ്ഞു. 1833 ചാർട്ടർ ആക്ട്, രണ്ടാമത്തെ ചാർട്ടർ ആക്ട് അല്ലെങ്കിൽ സെന്റ് ഹെലേന ആക്ട് എന്നുള്ള കാര്യം പറഞ്ഞു. മൂന്നാമത്തെ ചാർട്ടർ ആക്ട് ആയ അവസാനത്തെ ചാർട്ടർ ആക്ട് ആയ 1853 ചാർട്ടർ ആക്ടിന്റെ കാര്യവും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചത്. ഈ ക്ലാസ്സിലെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കലാണ്. താങ്ക് യു.